വയനാട് എരുമക്കൊല്ലിയിൽ കാട്ടാനയ്ക്കായി ദൗത്യം തുടരാൻ വനംവകുപ്പ്. ഒരാളെ കൊലപ്പെടുത്തിയ ആന പിന്നെയും അവിടെ പ്രത്യക്ഷപ്പെട്ടതാണ് എരുമക്കൊല്ലിയിലെ പ്രതിസന്ധി കാരണം. തെരച്ചിലിനായി കൂടുതൽ RRT സംഘത്തെ നിയോഗിക്കും. ജനവാസ മേഖലയിൽ ആന ഇറങ്ങുന്നത് തടയാൻ രാത്രിയിലും കോമ്പിംഗ് ശക്തമാക്കും. 2 കുങ്കിയാനകളെയും ഉപയോഗിച്ചുള്ള തെരച്ചിലും തുടരുമെന്നറിയുന്നു. സുർജിത്ത് അയ്യപ്പ വയനാട്ടിൽ നിന്നും തത്സമയം ചേരുകയാണ് പ്രൈം ടൈമിൽ. സുർജിത്തായി പറഞ്ഞോളൂ. SKN, ഈ എരുമക്കൊല്ലിയിലെ ഒരാളെ കൊലപ്പെടുത്തിയ കാട്ടാനയ്ക്ക് വേണ്ടിയുള്ള ദൗത്യം അവസാനിപ്പിക്കുന്നില്ല വനംവകുപ്പ്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ഈ കാട്ടാനയുടെ സാന്നിധ്യം പല മേഖലയിലും ഉണ്ടായിരുന്നു. പുഴമൂല, അതോടൊപ്പം തന്നെ അട്ടക്കാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, എരുമക്കൊല്ലിയുടെ പരിസര പ്രദേശങ്ങളാണ് ഇതെല്ലാം തന്നെ. തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ മേഖലയാണ്. ഇവിടേക്ക് ജനവാസ കേന്ദ്രങ്ങളുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഈ കാട്ടാനയുടെ സാന്നിധ്യം തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ച് ആശങ്കയ്ക്ക് ഇടയാക്കുന്ന കാര്യം. ഇതേ തുടർന്ന് 2 സംഘങ്ങളായി തിരിഞ്ഞാണ് RRT അംഗങ്ങൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനെ നയിക്കുന്നത് ഒരു ബയോളജിസ്റ്റ് ഉൾപ്പെട്ട സംഘമാണ്. ഒന്ന് വനംവകുപ്പിലെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘമുണ്ട്. ഈ സംഘം ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ഇന്ന് കാട്ടാനയെ പകൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രാത്രിയിൽ കാട്ടാന ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പിംഗ് ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. ഇക്കാര്യം DFO അജിത് K. രാമൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. നാളെയും കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദൗത്യം തുടരും. ഇതിനായി മുത്തങ്ങിൽ നിന്നും വിക്രം എന്ന് പറയുന്ന കുങ്കിയാനയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കുങ്കിയാനയും എരുമക്കൊല്ലിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ കടൂർ ഭാഗത്താണ് ഈ കുങ്കിയാനകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തിയത്. പക്ഷേ ആനയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് 3 ആനകളടങ്ങിയ ഒരു കൂട്ടമാണ് എന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇതിലേത് ആനയാണ് ഈ അറുമുഖനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഈ കാട്ടാനകൾ നാടിറങ്ങുന്നത് തടയാൻ, അതായത് തേയിലത്തോട്ടത്തിൻ്റെ അകത്തുള്ള ചില ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ഇത് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ആശങ്ക പരത്തുന്നത്. ചെമ്പ്രമലയ്ക്ക് താഴെയുള്ള പ്രദേശമാണിത്. പക്ഷേ ഇതിൻ്റെ ഭൂമിശാസ്ത്രം വലിയ രീതിയിലുള്ള പ്രതിസന്ധി വനംവകുപ്പിന് മുമ്പിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. എന്തായാലും വനംവകുപ്പിൻ്റെ ദൗത്യം നാളെ രാവിലെ പുനരാരംഭിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇന്ന് രാത്രിയിൽ കോമ്പിംഗ് ശക്തമാക്കാനുള്ള തീരുമാനവും വനംവകുപ്പ് എടുത്തിട്ടുണ്ട്. SKN.